നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യയുടെ വാനമ്പാടി, മെലഡിയുടെ രാജ്ഞി, രാഷ്ട്രത്തിൻ്റെ ശബ്ദം, സഹസ്രാബ്ദത്തിൻ്റെ ശബ്ദം, ഇന്ത്യയുടെ നൈറ്റിംഗേൾ എന്നെല്ലാം വിശേഷണമുള്ള ഒരപൂർവ വ്യക്തിത്വമാണ് ലതാ മങ്കേഷ്കറുടേത്. പിന്നണി ഗായിക, സംഗീത സംവിധായിക, നിർമ്മാതാവ്, അഭിനേതാവ്, രാജ്യസഭാംഗം എന്നീ നിലകളിലെല്ലാം തിളങ്ങി നിന്ന ഒരപൂർവ വ്യക്തിത്വത്തിൻ്റെ കഥയാണ്, ആരും കേൾക്കാത്ത കഥകളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ആരംഭം ജനനം നോക്കാം. മറാത്ത നാടകവേദിയിലെ നടനും ഗായകനുമായിരുന്ന പണ്ഡിറ്റ് ദീനനാഥ് മങ്കേഷ്കറുടെയും ഷവന്തി അഥവാ ശുദ്ധമതിയുടെയും മകളാണ് ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കറിൻ്റെ അമ്മ ശവന്തി അച്ഛൻ്റെ രണ്ടാം ഭാര്യയായിരുന്നു. അച്ഛൻ്റെ ആദ്യ ഭാര്യ നർമ്മദ ആയിരുന്നു. അവർ ലതയുടെ അമ്മയുടെ സഹോദരിയായിരുന്നു. അവർ വിവാഹം കഴിഞ്ഞ് അധികം നാൾ എത്തുന്നതിന് മുന്നേ തന്നെ മരിച്ചു. അവരുടെ മരണശേഷം 1927 ദീനനാഥ് ഷവന്തിയെ വിവാഹം കഴിച്ചത്. 1929 സെപ്റ്റംബർ 28 പണ്ഡിറ്റ് ദീനനാഥ് മങ്കേഷ്കറിൻ്റെയും ശിവന്തിയുടെയും മൂത്ത മകളായി മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ലതാ മങ്കേഷ്കർ ജനിച്ചത്. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ലതയ്ക്ക് ആദ്യം മാതാപിതാക്കളിട്ട പേര് ഹേമ എന്നായിരുന്നു. പിന്നീട് ദീനനാഥിൻ്റെ ഭാവ്ബന്ധൻ എന്ന നാടകത്തിലെ കഥാപാത്രത്തിൻ്റെ പേരായ ലതിക എന്ന പേരുമായി തൻ്റെ പേരിനെ ബന്ധപ്പെടുത്തി പേര് ലത എന്നാക്കി മാറ്റുകയായിരുന്നു ഹേമ ചെയ്തത്. ദീനനാഥിൻ്റെ സ്വദേശമായ ഗോവയിലെ മങ്കേഷി എന്ന സ്ഥലപ്പേരുമായി ബന്ധപ്പെടുത്തി മങ്കേഷ്കർ എന്ന ഒരു നാമോ വിശേഷണം കൂടി ലത തൻ്റെ പേരിനോട് ചേർത്തപ്പോൾ ഹേമ എന്ന പേര് ലതാ മങ്കേഷ്കർ എന്നായിട്ട് മാറി. കുടുംബ പശ്ചാത്തലങ്ങളെ നോക്കാം. ഹാർദിക്കാർ എന്ന കുടുംബപ്പേരുള്ള ഒരു കൊങ്ങിണി കുടുംബത്തിലാണ് ലത ജനിച്ചത്. മാതാപിതാക്കളുടെ 6 മക്കളിൽ മൂത്ത സന്താനമാണ് ലത. ഒരു കുഞ്ഞ് ചെറുപ്പത്തിലെ മരിച്ചു. സംഗീത സംവിധായകനായ ഹൃദയനാഥ് മങ്കേഷ്കർ, ഗായികയും സംഗീത സംവിധായികയുമായ മീന ഖാദിക്കർ, ഗായിക ഉഷ മങ്കേഷ്കർ, ഗായിക ആശ ഭോസ്ലെ എന്നിവരാണ് ലതയുടെ സഹോദരങ്ങൾ. അഭിനയ ജീവിതത്തെ നോക്കാം. പിതാവിൽ നിന്നാണ് സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ ഒപ്പം അഭിനയത്തിൻ്റെ പാഠങ്ങളും ലത അഭ്യസിച്ചത്. 5-ാമത്തെ വയസ്സിൽ പിതാവിൻ്റെ സംഗീത നാടകങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി. ലതയ്ക്ക് 13 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ അപ്രതീക്ഷിത മരണത്തോടെ ദുരന്തത്തിലായ കുടുംബത്തെ പോറ്റാൻ കൗമാരപ്രായത്തിൽ തന്നെ ഏറെ കഷ്ടപ്പെടേണ്ടി വന്നു ലതയ്ക്ക്. നവയുഗ് ചിത്രപഥിൻ്റെ ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷം വിനായക് ആശ്വാസമായിട്ട് നൽകി. ആ സിനിമയിൽ ലതയ്ക്ക് ഒരു ഗാനം പാടാനുള്ള അവസരവും ലഭിച്ചു. അങ്ങനെ 1942 തൻ്റെ 13-ാമത്തെ വയസ്സിൽ അഭിനേതാവും പിന്നണി ഗായികയുമായി ലത മാറി. ആ വർഷം തന്നെ മറ്റൊരു മറാത്തി സിനിമയിലും അവർ അഭിനയിച്ചു. അഭിനയ ജീവിതം പിന്നീട് അധികം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയില്ല. പിന്നണി ഗായിക എന്നുള്ള സ്ഥാനം നോക്കാം. അഭിനയം വിട്ട് സംഗീതത്തിലൂടെ ലത വളരുകയായിരുന്നു. 1942 കിഡി ഹസാർ എന്ന മറാത്തി ചിത്രത്തിൽ ആദ്യമായി പാടിയ ഗാനം സിനിമയിൽ നിന്നും നീക്കപ്പെടുകയായിരുന്നു. ആ വർഷം തന്നെ ലത അഭിനയിച്ച മറ്റൊരു മറാത്തി ചിത്രത്തിൽ അവർ ഒരു ഗാനം ആലപിച്ചു. 1943 ഗജാബാഹു എന്ന ചിത്രത്തിലെ മാതായക് സബൂത് കി ദുനിയ ബദൽ ദേ രു എന്നതാണ് ലതയുടെ ആദ്യ ഹിന്ദി ഗാനം. അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയതോടുകൂടി 1945 ജന്മനാടായ ഇൻഡോറിൽ നിന്ന് ലത മുംബൈയിലേക്ക് താമസം മാറ്റി. തുടർന്ന് ഹിന്ദുസ്ഥാനി സംഗീതം അഭ്യസിച്ചു. ഉസ്താദ് അമാൻ അലി ഖാനായിരുന്നു ഗുരു. തുടർന്ന് ചില സിനിമകളിൽ ലതയും അനിയത്തി ആശയും ചെറിയ വേഷങ്ങൾ ചെയ്തുവെങ്കിലും അഭിനയ ജീവിതം അങ്ങോട്ട് അധികം മുന്നോട്ട് കൊണ്ടുപോയില്ല.
1948 ഷഹീദ് എന്ന ചിത്രത്തിന് വേണ്ടി പാടാനെത്തിയ ലതയെ ശബ്ദം നേർത്തതാണ് എന്ന് പറഞ്ഞ് നിർമ്മാതാവ് എസ് മുഖർജി മടക്കി അയക്കുകയുണ്ടായി. ആ വർഷം തന്നെ ബോംബെ ടാക്കീസിനു വേണ്ടി നസീർ അജ്മീറി സംവിധാനം ചെയ്ത മജ്ബൂർ എന്ന ചിത്രത്തിലെ മേരാ ദിൽ തോട എന്ന ഗാനമാണ് ലതാ മങ്കേഷ്കറെ ഗായിക എന്ന നിലയിൽ വളരെ ശ്രദ്ധേയയും പ്രസിദ്ധിയുമാക്കിയത്. ആ ശബ്ദമാണ് പിന്നീട് ഇന്ത്യ കീഴടക്കിയത്. 1949 ഉഠായേ ജാ ഉൻകി സിതം എന്ന ഹിറ്റ് ഗാനത്തോടെ ലത എന്ന ഗായികയുടെ സുവർണകാലം ആരംഭിച്ചു. 1000-ലധികം ഗാനങ്ങൾ ഹിന്ദി സിനിമയിലും 15-ലധികം പ്രാദേശിക ഭാഷാ സിനിമകളിലുമായി 34,000-ലധികം സിനിമാ ഗാനങ്ങൾ ലതാ മങ്കേഷ്കർ ആലപിച്ചു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ ലതാ മങ്കേഷ്കർ ഉണ്ട്. ഹിന്ദി സിനിമാ രംഗം ലതയും സഹോദരി ആശാ ഭോസ്ലെയും ഏതാണ്ട് പൂർണ്ണമായും കീഴടക്കി എന്ന് വേണമെങ്കിൽ പറയാം. രാജ്യസഭാംഗം എന്ന നിലയിലുള്ള പ്രവർത്തനത്തെ നോക്കാം. 1999 രാജ്യസഭയിലേക്ക് ലതയെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. പല സെഷനുകളിലും പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ അവർ വിമർശിക്കപ്പെട്ടു. 2006 അവരുടെ രാജ്യസഭാംഗത്വം അവസാനിച്ചു. പാർലമെൻറ്റിൽ ഹാജരാകാത്തതിൻ്റെ കാരണം തൻ്റെ അനാരോഗ്യമാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സിനിമാ നിർമ്മാതാവ് എന്ന നിലയിലുള്ള റോളിനെ നോക്കാം. 4 സിനിമകൾ ലതാ മങ്കേഷ്കർ നിർമ്മിച്ചു. 1 മറാത്തി സിനിമയും 3 ഹിന്ദി സിനിമയുമായിരുന്നു അവ. നിർമ്മാതാവ് എന്ന നിലയിൽ അവർക്കത്ര ശോഭിക്കാനായില്ല എന്ന് വേണം പറയാനായിട്ട്. സംഗീത സംവിധായിക എന്ന നിലയിലുള്ള പ്രവർത്തനത്തെ നോക്കാം. 1955 റാം രാം പൗഹാനെ എന്ന മറാത്തി ചിത്രത്തിന് വേണ്ടിയാണ് ലതാ മങ്കേഷ്കർ ആദ്യമായി സംഗീത സംവിധാനം ഒരുക്കിയത്. എന്നിരുന്ന അതിനുശേഷം 1960കളിൽ അവർ ആനന്ദ് ഖാൻ എന്ന ഒരു തൂലികാനാമത്തിൽ അല്ലെങ്കിൽ ഓമനപ്പേരിൽ നിരവധി മറാത്തി സിനിമകൾക്ക് സംഗീതം നൽകുകയുണ്ടായി. തൂലിക പേരിലായതുകൊണ്ട് അതൊന്നും ലതാ മങ്കേഷ്കറുടെ പേരിൽ അധികം അറിയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ലതാ മങ്കേഷ്കറുടെ ചില പ്രത്യേകതകൾ ശ്രദ്ധിക്കാം. 1974 ലണ്ടനിലെ റോയൽ ആർട്സ് ഹാളിൽ പരിപാടി അവതരിപ്പിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായിരുന്നു ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കർ ഒരിക്കലും അവരുടെ പാട്ടുകൾ സ്വയം കേട്ടിട്ടില്ല. സ്വന്തം പാട്ട് എന്തുകൊണ്ടാണ് കേൾക്കാത്തത് എന്നതിന് അവർ വിശദീകരണം പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ ചെയ്താൽ തൻ്റെ ആലാപനത്തിൽ നിരവധി പിഴവുകളുണ്ടെന്ന് പിന്നീട് മനസ്സിലാകും, അത് മനസ്സിന് അസ്വസ്ഥതയാകും, അതുകൊണ്ടാണ് തൻ്റെ പാട്ടുകൾ കേൾക്കാത്തത് എന്നവർ പറഞ്ഞത്. 1963 ജനുവരി 27 ന്യൂഡൽഹിയിലെ രാംലീല മൈതാനത്തിൽ ലത ആലപിച്ച ദേശഭക്തി ഗാനം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ അനേകരെ കണ്ണീരിലാഴ്ത്തി. കാരണം അത്ര വികാര നിർഭരമായിരുന്നു ആ ഗാനം. 1962 യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് സമർപ്പിച്ചുള്ള ഗാനമായിരുന്നു അത്. ലതാ മങ്കേഷ്കറുടെ പ്രശസ്തിയെ മുൻനിർത്തിയാണ് 1999 ലതാ ED പെർഫ്യൂം എന്ന ഒരു പെർഫ്യൂമിന് പേരിട്ട് ഇറക്കിയത്. മലയാളത്തിൽ ലതയുടെ സാന്നിധ്യം നോക്കാം. നെല്ല് എന്ന ചിത്രത്തിലെ കദളി ചെങ്കദളി പൂവേണോ എന്ന് തുടങ്ങുന്ന ഗാനം ലതാ മങ്കേഷ്കർ ആലപിച്ചതാണ്. വയലാർ രാമവർമ്മയുടെ ഈ വരികൾക്ക് ഈണമിട്ടത് സലിൽ ചൗധരിയാണ്. ലതാ മങ്കേഷ്കറുടെ ഏക മലയാള ഗാനവും ഇതുതന്നെയാണ്. ലതാ മങ്കേഷ്കർക്ക് കിട്ടിയ അവാർഡുകളെ നോക്കാം. 1969 പത്മഭൂഷൺ ലഭിക്കുകയുണ്ടായി. 1999 പത്മവിഭൂഷൺ ലഭിക്കുകയുണ്ടായി. 1989 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുകയുണ്ടായി. 2001 ഭാരതരത്നം ലഭിക്കുകയുണ്ടായി. 3 നാഷണൽ ഫിലിം അവാർഡുകൾ, 12 ബംഗാൾ ഫിലിം ജേർണലിസ്റ്റ് അസോസിയേഷൻ അവാർഡുകൾ എന്നിവ നേടിയിട്ടുണ്ട്. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ലീജിയൺ ഓഫ് ഓണർ അംഗീകാരം ലഭിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. ലോകത്തെ ഏറ്റവും അധികം ഗാനങ്ങൾ ആലപിച്ചതിൻ്റെ പേരിൽ 1974 ലതാ മങ്കേഷ്കറിൻ്റെ പേര് ആദ്യമായി
ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. അന്ത്യത്തെ നോക്കാം. 2002 ജനുവരി 8 കോവിഡ് ബാധയെ തുടർന്ന് ലതാ മങ്കേഷ്കറെ മുംബൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോവിഡിൽ നിന്നും മുക്തി നേടിയെങ്കിലും ന്യൂമോണിയ ബാധിക്കുകയുണ്ടായി. തുടർന്ന് ആരോഗ്യനില വഷളായതിനാൽ വെന്റിലേറ്റർ ചികിത്സയിലായി. 2022 ഫെബ്രുവരി 6 രാവിലെ 8:12 തൻ്റെ 92ാമത്തെ വയസ്സിൽ ലതാ മങ്കേഷ്കർ അന്തരിച്ചു. സംസ്കാരം അന്ന് തന്നെ, അതായത് ഫെബ്രുവരി 6 തന്നെ വൈകിട്ട് 6:30 മുംബൈയിലെ ശിവാജി പാർക്കിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. ലതാ മങ്കേഷ്കറിൻ്റെ മരണത്തെ തുടർന്ന് 2 ദിവസത്തെ ദേശീയ ദുഃഖാചരണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഈ ദേശീയ ദുഃഖാചരണ സമയത്ത് ഇന്ത്യയിലുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടിയിരിക്കുകയാണ്. 4 തലമുറയെ പാട്ടിലാക്കിയ ആ നാദവിസ്മയം ഒരു മരണത്തിനും മായ്ക്കാൻ കഴിയാത്ത വിധം ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഭൂമിയുടെ ഏതൊരു കോണിലിരുന്ന് കേൾക്കുമ്പോഴും ഓർമ്മയുടെ മഞ്ഞുകാലം പോലെ അത് കാലങ്ങളോളം മനുഷ്യ മനസ്സുകളിൽ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കും. ലതാ മങ്കേഷ്കറുടെ ആദരാഞ്ജലി അർപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.